എല്ലാ പ്രിയപ്പെട്ടവരെ യേശു കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിലുള്ള അനുഗ്രഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ വീടുകളിലേക്ക് ഒരു നദി പോലെ ഒഴുകി വരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ദൈവവചന ധ്യാനങ്ങൾ നിങ്ങളുടെ വീടിന് ഉണർവിനും സൗഖ്യത്തിനും സമാധാന സമൃദ്ധിക്കും എല്ലാറ്റിനും കാരണമായി തീരും. വിശ്വസിക്കുന്നവരാൽ എല്ലാ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 17 വായിക്കുമ്പോൾ വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ എവിടെയെങ്കിലും നടക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ്. ഒരു മുടന്തൻ എഴുന്നേറ്റ സമയത്ത്, പിറവിയിലെ മുടന്തനായിരുന്നു, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുൻപിലാണ് അവൻ ഇരുന്നിരുന്നത്. അവൻ സൗഖ്യമായപ്പോൾ ജനങ്ങൾ ഓടിക്കൂടിയപ്പോൾ പത്രോസ് പറയുന്നുണ്ട്, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ അല്ല, നസറേനായ യേശുവിനെ ദൈവം ഉയർത്തി, ആ നാമത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. എല്ലാ അത്ഭുതങ്ങളുടെയും പുറകിൽ ഒരേ ഒരു നാമമേ ഉള്ളൂ, യേശു. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, സാമ്പത്തിക വഴികൾ തുറക്കും, ശാരീരിക സൗഖ്യങ്ങൾ നടക്കും, കുടുംബ തകർച്ചകൾ മാറും, നിരാശകൾ ഓടി മാറും, പാപമോടി മാറും, ശാപം മാറിപ്പോകും, സമൃദ്ധിയുടെ വാതിലുകൾ തുറക്കും, വലുതും സഫലവുമായ വാതിലുകളെല്ലാം തുറന്നു വരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കും. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ ദൈവപ്രവർത്തികൾക്ക് സാധ്യതയുണ്ട്. വെറുതെ കേൾക്കുന്നതല്ല നിങ്ങൾ ഓരോരുത്തരും. നിങ്ങളുടെ എല്ലാം ജീവിതത്തിൽ ഇന്നുവരെ കാണാത്ത വലിയ അത്ഭുതങ്ങൾക്കായി ഒരുങ്ങിക്കൊള്ളുക, കരുതിയിരുന്നുകൊള്ളുക. ഏത് നിമിഷവും ദൈവത്തിൻ്റെ കരം ചലിക്കുവാൻ തക്ക സമയത്ത് ഉയർത്തുന്ന കർത്താവിൻ്റെ കൈക്കീഴെ നമുക്ക് താണിരിക്കാം. തുടർന്നുള്ള സമയത്തെ ആരാധനയിൽ വിശേഷമായ ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരട്ടെ. ചേർന്ന് ഒരുമിച്ച് ആരാധിക്കാം. What can wash away my sin? Nothing but the blood of Jesus. What can make me whole again? Nothing but the blood of Jesus. Oh, precious is the flow that makes me white as snow. No other fount I know. Nothing but the blood of Jesus. No, precious is the flow that makes me white as snow. No other fount I know. Nothing but the blood of Jesus. What can wash away my sin? Nothing but the blood of Jesus. What can make me whole again?
Waste of love that makes me white as snow. No other found I know. Nothing but the blood of Jesus. Thank you for the blood of Jesus. Thank you for the blood of Jesus. Thank you for the blood of Jesus. It washes white as snow. യേശുവിന്റെ രക്തത്തിനായി നന്ദി. യേശുവിന്റെ രക്തത്തിനായി നന്ദി. യേശുവിന്റെ രക്തത്തിനായി നന്ദി. യേശുവിന്റെ രക്തത്തിനായി നന്ദി. ഹിമം പോലെന്നെ വെണ്മയാക്കുന്നു. ഹിമം പോലെന്നെ, ഹിമം പോലെന്നെ വെണ്മയാക്കുന്നു. ഹിമം പോലെന്നെ വെണ്മയാക്കുന്നു. ഇന്ന് നമ്മൾ ആരംഭിക്കുന്നത് എഫേസ്യ ലേഖനത്തിൽ നിന്നാണ്. അതിൻ്റെ 1-ാമത്തെ അധ്യായം ഇന്നൊന്ന് ചിന്തിച്ച് തുടങ്ങാമെന്ന് ഹൃദയത്തിൽ താല്പര്യപ്പെടുന്നു. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ദൈവഹിതത്താൽ ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് ക്രിസ്തുവേശുവിൽ വിശ്വാസമർപ്പിച്ചവരായി എഫെസോസിലുള്ള വിശുദ്ധന്മാർക്ക് എഴുതുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്, ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ രക്ഷിക്കപ്പെട്ട പൗലോസ് എന്നല്ല പറയുന്നത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒരു ചെറിയ ജീവിതം നയിക്കുന്ന പൗലോസിനെ കുറിച്ചല്ല അദ്ദേഹം പറയുന്നത്. പൗലോസ് എന്തായി തീരാൻ ദൈവം ആഗ്രഹിച്ചോ അവിടെ പൗലോസ് എത്തിച്ചേർന്നു. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് പറയണേ, ഞാൻ അപ്പോസ്തലനായി. പൗലോസ് രക്ഷിക്കപ്പെട്ട അന്ന് അപ്പോസ്തലനായില്ല. പൗലോസ് സ്നാനപ്പെട്ട അന്ന് അപ്പോസ്തലനായില്ല. പൗലോസ് 1 വർഷം കൊണ്ട് അപ്പോസ്തലനായില്ല. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ എന്ന പദവിയിലേക്ക് താൻ നടന്നു കയറി. അതിൻ്റെ കാരണം തൻ്റെ പരിശ്രമമല്ല, കഠിനാധ്വാനമല്ല, തൻ്റെ അറിവല്ല, കഴിവല്ല, പാണ്ഡിത്യമല്ല, പണമല്ല, കായിക മികവല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു. അതാണ് നമ്മൾ വായിച്ചത്. ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ചെറുതല്ല, വലുതാണ്. അപ്പോസ്തലൻ എന്ന പദവി ഈ ഭൂമിയിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പദവിയാണ്. പൗലോസിനെ വിളിച്ചപ്പോൾ ദൈവം അതാണ് കൊടുത്തത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവം ഒരാളെ വിളിച്ചാൽ ചെറിയ കാര്യങ്ങളെ ചെയ്യിക്കാനല്ല വിളിക്കുന്നത്, വലിയ കാര്യങ്ങളാണ്. അപ്പോസ്തലന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളിലൂടെ പുതിയ സ്ഥലങ്ങളിൽ പോയി സഭകൾ സ്ഥാപിക്കുക, ദൈവരാജ്യം വിസ്തൃതമാക്കുക. ചെറിയ കാര്യമല്ല. ഇരുട്ടിലിരിക്കുന്ന ജനങ്ങൾ വലിയ വെളിച്ചം കാണുന്നതും ദേശത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നതുമായ ഒരു വലിയ ശുശ്രൂഷയാണ് അപ്പോസ്തോലിക ശുശ്രൂഷ. അപ്പം അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഇന്നിത് ശ്രദ്ധിക്കുന്ന രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും അറിയണം, ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഇഷ്ടം ഇതുപോലെ വലുതാണ്.
ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം ആരെയും വിളിച്ചിട്ടില്ല. ചെറിയ കാര്യങ്ങളിൽ വർഷങ്ങളായിട്ട് ആരെങ്കിലും ഒതുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനല്ല. ദൈവത്തിൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാതെ നാം നമ്മുടെ പഴയ അവസ്ഥയിൽ തന്നെ നാം തുടരുന്നതാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഇവിടെ കയറി വരിക എന്നൊരു ശബ്ദം കേട്ടുന്നു. എപ്പോഴും ഉയർന്ന അനുഭവത്തിലേക്ക് നാം പ്രാർത്ഥനയിലൂടെ കയറി വരണം. എങ്ങനെയാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന പേര് അദ്ദേഹത്തിനുണ്ടായത്? അതിൻ്റെ കാരണം പ്രാർത്ഥനയും ദൈവവചന ധ്യാനവും, ഇത് രണ്ടും മുറുകെ പിടിച്ചവനായിരുന്നു പൗലോസ്. ദമസ്കോസിൽ വെച്ചാണ്, അതിൻ്റെ പടിവാതിൽക്കൽ വെച്ചാണ് ദൈവം തന്നെ സന്ദർശിക്കുന്നത്. ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെയാണ് കുറേ നാൾ പാർത്തത്. അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതം, ദൈവത്തിൻ്റെ പുത്രനായ യേശു കർത്താവിൻ്റെ ആ സന്ദർശനത്തെ തുടർന്ന് 3 ദിവസം തിന്നാതെയും കുടിക്കാതെയും താൻ ഒരു വീട്ടിൽ തന്നെ ഇരുന്നു. ആ 3 ദിവസം കൊണ്ട് തന്നെ അനന്യാസ് എന്ന് പേരുള്ള ഒരാൾ വന്ന് തൻ്റെ തലമേൽ കൈവെക്കുന്നതും തനിക്ക് കാഴ്ച ലഭിക്കുന്നതും എല്ലാം പൗലോസ് കാണുകയാണ്. 3 ദിവസം കൊണ്ട് തന്നെ താൻ ഒരു ആത്മീക ശുശ്രൂഷയിലേക്ക് കയറി വരികയാണ്. 3 ദിവസം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല. താൻ കണ്ടതുപോലെ തന്നെ അനന്യാസ് തൻ്റെ വീട്ടിലോട്ട് കയറി വന്നു. സഹോദര ശൗലെ, കാഴ്ച പ്രാപിക്കുക, നിന്നെ കണ്ട കർത്താവ് എന്നോട് കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞ് ശൗലിൻ്റെ മേൽ കൈവച്ചു. ശൗലിൻ്റെ കണ്ണിൽ നിന്ന് ചെതമ്പൽ പോലെ എന്തോ താഴെ പോയി. സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ദമസ്കോസിലുള്ള ശിഷ്യന്മാരുടെ കൂടെ കുറച്ചു നാൾ പാർത്തതോടുകൂടി പ്രാർത്ഥന അന്തരീക്ഷത്തിലേക്ക് താൻ നടന്നു കയറി. അതിനു മുമ്പ് തനിക്ക് പ്രാർത്ഥനയെ അറിയില്ല. താൻ നല്ലൊരു പരീശനും പരീശൻ്റെ മകനുമാണ്. ദമസ്കോസിൻ്റെ പടിവാതിക്കൽ എത്തുന്നതിന് മുമ്പ് അവൻ ഗമാലിയലിൻ്റെ കാൽക്കൽ ഇരുന്നവനാണ്. ജ്ഞാനം അവൻ്റെ അകത്തുണ്ട്. എന്നാൽ പ്രാർത്ഥനാ ജീവിതം ഗമാലിയൽ പഠിപ്പിക്കുന്നില്ല. അവിടെ പഠിപ്പിക്കുന്നത് മുഴുവൻ അക്ഷരമാണ്, ബൈബിളിലെ അക്ഷരം. എന്നാൽ ദൈവവചനമെന്ന ന്യായപ്രമാണ പുസ്തകത്തിലെ ആത്മാവിനെയാണ് വീണ്ടും ജനിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിലേക്ക് പകർന്നു ലഭിച്ചത്. അങ്ങനെ അദ്ദേഹം പ്രാർത്ഥനയിലൂടെയും ദൈവവചന ധ്യാനത്തിലൂടെയും പടിപടിയായിട്ട് തൻ്റെ വളർച്ചയെ നമ്മൾ പിന്നീട് കാണുകയാണ്. ദമസ്കോസിൽ തന്നെ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതെയാക്കി. ആ രാജ്യത്തിൻ്റെ രാജാവ്, ആ ദമസ്കോസിലെ രാജാവ് തന്നെ പിടിക്കാൻ നോക്കിയെന്നാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത്. എന്നാൽ അവിടെ ശിഷ്യന്മാർ തന്നെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴി ഇറക്കി വിട്ടതും പിന്നീട് നമ്മൾ കാണുന്നു. അവിടെ നിന്ന് തൻ്റെ ജീവിതം ആരംഭിക്കുകയാണ്. കഠിനാധ്വാനം. എന്തിലേക്ക് താൻ വന്നു അന്ന് മുതൽ വിശ്രമരഹിതനായ ഒരു ശൗലിനെ നമുക്ക് കാണാം. വിശ്രമിക്കാൻ നേരമില്ല. പിന്നീട് യെരുശലേമിലുള്ള അപ്പോസ്തലന്മാരെ കാണാൻ ആഗ്രഹിച്ചു. എല്ലാവരെയും കാണാൻ കഴിഞ്ഞില്ല. യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ വേറെ ആരെയും കാണാൻ പറ്റിയില്ല. പിന്നീട് പത്രോസിനെ കണ്ടു. എന്നാൽ അവരിൽ നിന്നല്ല പ്രാപിച്ചത് എന്ന് പറയാനാണ് പൗലോസ് ഈ കാര്യം പറയുന്നത്. ഞാൻ യെരുശലേമിൽ എല്ലാവരെയും കണ്ടില്ല, എല്ലാവരും തലയെ കൈവച്ചിട്ടല്ല ഞാൻ ഈ നിലയിൽ എത്തിയത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതാണ്. 1 കൊരിന്ത്യർ 11-23 മുതൽ വായിക്കുമ്പോൾ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്, അത് ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും. പൗലോസിൻ്റെ ജീവിതം, ധ്യാനം മുഴുവനും ദൈവ സാന്നിധ്യത്തിലായിരുന്നു. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വലിയ അനുഗ്രഹങ്ങൾ തൻ്റെ മേൽ ധാരാളമായി മഴ പോലെ പെയ്തിറങ്ങി. വലിയ അനുഗ്രഹങ്ങൾ.
എഫെസ്യ ലേഖനം വായിക്കുമ്പോഴറിയാം, ഒരു സ്വർഗം മുഴുവനും തുറന്ന് ഒരു മനുഷ്യൻ്റെ മേൽ ഒഴുകി വരുന്ന ചില അനുഭവങ്ങളൊക്കെയാണ് അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഒരു വിശ്വാസിക്ക് എന്തെല്ലാം ഉണ്ടാകും എന്നുള്ളത് അതിനകത്ത് എഴുതിയിരിക്കുന്നു. തുടക്കം ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ. ഞാൻ പരിശ്രമത്തിലൂടെ ആയതല്ല, ഞാൻ ഉപവാസത്തിലൂടെ ആയതല്ല, ഒത്തിരി എക്സ്പീരിയൻസിലൂടെ പലതും ബൈബിൾ പഠിപ്പിച്ചു, ഞാൻ പ്രവചിച്ചു, ഞാൻ ആത്മാവിലും സത്യത്തിലും ആരാധിച്ചു. ഇതെല്ലാം ശരിയാണ്. എന്നാൽ എനിക്കൊരിക്കലും ഒരു അപ്പോസ്തലനാകാൻ സ്വന്തം കഴിവിൽ കഴിയില്ല. ക്രിസ്തുയേശുവിൻ്റെ ഇഷ്ടമായിരുന്നു. അതിൻ്റെ അർത്ഥം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഒരു അപ്പോസ്തലനാകാനാണെങ്കിൽ നിങ്ങളതായിരിക്കും. നിങ്ങളുടെ വിളി എന്താണ്? നിങ്ങളെ എന്തിനാണ് കർത്താവ് വിളിച്ചത്? അനന്യാസ് പറഞ്ഞു, കർത്താവേ, അനന്യാസിനോട് കർത്താവ് പറഞ്ഞു, നീ ചെന്ന് തർസോസുകാരനായ ശൗലിനെ അന്വേഷിക്കുക. അവൻ ഇന്ന സ്ഥലത്ത് പാർക്കുന്നുണ്ട്, അവന് കാഴ്ച നീ മുഖാന്തരമാണ്. അപ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട്, അനന്യാസ്, കർത്താവേ, നിന്റെ ജനത്തെ പിടിച്ചു കെട്ടാനായിട്ട് മഹാപുരോഹിതൻ്റെ അധികാരപത്രമൊക്കെ മേടിച്ച് കയ്യിൽ ലൈസൻസ് ഉള്ള ആളാണ്. ഈ വ്യക്തി ദൈവസഭയ്ക്ക് വലിയ ദ്രോഹം ചെയ്യുന്നവനാണ്. അതിന് യേശു മറുപടി പറഞ്ഞു, നീ പോക, അവൻ എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടങ്ങൾ സഹിക്കാനുള്ളവനാണ്. അവനെ ഞാൻ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുകയാണ്. ദൈവപുത്രനായ കർത്താവ് അവനെ കാണുന്നത് ജാതികളുടെ പ്രകാശമായിട്ടാണ്. അപ്പോസ്തലൻ എന്ന പദവിയിലേക്ക് തന്നെ ദൈവം പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് പട്ടണങ്ങളെ, രാജ്യങ്ങളെ തൊടുന്ന ഉണർവിലേക്ക് തന്നെ പിന്നെ കൈപിടിച്ച് നടത്തി. രാജ്യങ്ങൾക്ക് താനൊരു ഉണർവായി. ഏഷ്യയിലും യൂറോപ്പിലും ഒരു ഉണർവിൻ്റെ തീ കൊളുത്താൻ ഈ ചെറിയ മനുഷ്യനെ കർത്താവ് ഉപയോഗിച്ചു. അതാണ് നമ്മൾ പിന്നീട് കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഒരു ഉണർവിനായി ദൈവം നമ്മെ കണ്ടിരിക്കുന്നു. ഈ വിളിയെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് ഇന്ന് മുതൽ ഈ വിളിയിലേക്ക് നിങ്ങൾ ഞാനും വരികയാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് പുറകെ കാണും. നമ്മുടെ പ്രാർത്ഥനകളിൽ മിക്കവാറും ഇതൊന്നുമല്ല. അപ്പോസ്തലനാകാനായിരിക്കും വിളിച്ചതെങ്കിലും എൻ്റെ ഭാര്യ, എൻ്റെ പിള്ളേര്, എൻ്റെ ഭർത്താവ്, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് രൂപ കടമുണ്ട്, അതൊന്ന് വീടണം, വീടിൻ്റെ സൈഡിൽ കിഴക്കേ വശത്തെ മതിലൊന്ന് കെട്ടണം, അതിൽ കൂടി പട്ടി കയറുന്നുണ്ട്, പിന്നെ ബാത്റൂം ടൈലിടണം. ഇങ്ങനെ ചില്ലറ കാര്യങ്ങളിൽ തന്നെ ചുറ്റിക്കറങ്ങി നമ്മൾ നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നില്ല. നമ്മുടെ വീട്, നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ. യേശു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 6:33 വായിക്കുമ്പോൾ, മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുമ്പോൾ അതോടുകൂടെ ഇതെല്ലാം നമുക്ക് കൈവരിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നൈജീരിയയിൽ ചെന്നപ്പോൾ, ഇപ്പോൾ ബാത്റൂം, ഒരു വീടിൻ്റെ ഒരു ബാത്റൂമിൻ്റെ കാര്യം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, അവിടെ നൈജീരിയയിൽ ചെന്നപ്പോൾ അവിടെ ഒരു ചർച്ച് പണിയുന്നു. 1,10,000 പേർക്ക് ഇരിക്കാവുന്ന ചർച്ച്. ഒരു വർഷം കൊണ്ട് അതിൻ്റെ പണിയും തീരും. 13 തീർന്നു കഴിഞ്ഞു. ഡേവിഡ് ഓയിഡപ്പോ എന്ന പ്രശസ്തനായ ദേവദാസൻ്റെ ചർച്ചാണ്. അവരുടെ ചർച്ച് വളരെ ചെറുതാണ്. 50,000 പേർക്ക് ഇരിക്കാൻ പറ്റൂ. അതിൽ തന്നെ 5 സർവീസാണ്, എന്നാലേ തീരും. അതുകൊണ്ട് അവർ വലിയൊരു ചർച്ച് പണിതു. 1,10,000 പേര്. അതിനകത്ത് 1,200 ബാത്റൂമുണ്ട്. കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ ആ നിലയിലോട്ട് കയറി വരുമ്പോൾ, വിളിയിലേക്ക് വന്നവർ ആ നിലയിലേക്ക് ഉയരുമ്പോൾ, നമ്മുടെ കൊച്ചു വീട്ടിലെ ചെറിയ അടുക്കളയും ചെറിയ കടബാധ്യതയും പറഞ്ഞ് നമ്മൾ നമ്മെ തന്നെ ചെറുതാക്കി കളയരുത്. നമ്മുടെ വിളി, അതിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിലും വചനത്തിലും ഉറ്റിരുന്ന് നമ്മൾ കയറി വരണം. ദൈവത്തിൻ്റെ ഇഷ്ടം അതാണ്. യേശു തന്നെ പറഞ്ഞു, എൻ്റെ നാമനിമിത്തം അപ്പനോ അമ്മയോ വീടോ ധനമോ എന്ത് പോയാലും 100 മടങ്ങ്, അതിൻ്റെ അർത്ഥം 100 മടങ്ങ് വീട് തരാൻ ദൈവം വിശ്വസ്തനാണ്. 100 മടങ്ങ് മാതാപിതാക്കളെ തരാൻ വിശ്വസ്തനാണ്.
100 മടങ്ങ് സൗരസ്വരന്മാരെ തരാൻ ദൈവം വിശ്വസ്തൻ. 100 മടങ്ങ് നന്മ. ഒരു വണ്ടി വാങ്ങുക എന്നുള്ളതിനേക്കാൾ എത്ര വണ്ടി കൊടുക്കാമെന്നുള്ളതായിരിക്കണം നമ്മുടെ എല്ലാം ഉള്ളിൽ കിടക്കുന്ന വലിയ സ്വപ്നം. എത്ര വണ്ടി മറ്റുള്ളവർക്ക് കൊടുക്കാം. കാരണം നമ്മുടെ ദൈവം സമ്പന്നനാണ്. ദൈവത്തെ ചെറുതായി കാണുന്ന പ്രവണതകളിൽ നിന്ന് നാം പുറത്തു വരണം. നാം ദൈവത്തിന് വലിയ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ദൈവഹിതത്താൽ, അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവേഷ്ടത്താൽ ക്രിസ്തുവേശുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ്. ദൈവത്തിൻ്റെ ഇഷ്ടം. ഞാനിങ്ങനെ ആയതല്ല, ഇതെൻ്റെ കുഞ്ഞുനാൾ മുതലുള്ള സ്വപ്നമല്ല. പൗലോസ് പറയാണ്, എൻ്റെ സ്വപ്നമല്ല. സ്വപ്നങ്ങൾ തുടങ്ങുന്നത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ്. ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനോട് ചോദിക്കുക, ആരാകും പൈലറ്റ്? ഒരു 10ാം ക്ലാസ് ആകും, ആരാകും എഞ്ചിനീയർ? അപ്പോൾ പൈലറ്റ് എത്തൂല്ലെന്നറിയാം. അതുകൊണ്ട് പിന്നെ ഒരു ഡിഗ്രിയൊക്കെ ആകുമ്പോൾ ചോദിക്കുക, അല്ലെങ്കിൽ +2 കഴിയുമ്പോൾ ആരാകും? അപ്പോൾ ആ കുഞ്ഞ് അതിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പറയും, ഞാൻ വല്ല ITIയിലോ എവിടെയെങ്കിലും പോകാനാണ് പ്ലാൻ ചെയ്തത്. കാരണം മാർക്ക് അടിസ്ഥാനത്തിൽ അവന് അവിടെ എത്താൻ കഴിയില്ല. അങ്ങനെ അവൻ എവിടെയെങ്കിലും എത്തിച്ചേരുന്നു. ചെറുപ്പത്തിലുള്ള സ്വപ്നങ്ങളെല്ലാം തീർന്നു പോകുന്നു. പൗലോസിൻ്റെ നല്ല യൗവനപ്രായത്തിലാണ്. അപ്പോൾ കൊച്ചുനാളിലുണ്ടായ സ്വപ്നങ്ങളെല്ലാം പൗലോസിൽ നിന്ന് പോയി. ഇപ്പോഴിതാ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ അവനൊരു പുതിയ സ്വപ്നം, ഒരു പുതിയ ദൈവഹിതം അവൻ മനസ്സിലാക്കിയാണ്. നീ ജാതികൾക്ക് പ്രകാശമാണ്. യേശുവുമായിട്ട് എന്ന് ബന്ധം ആരംഭിക്കുന്നു, അന്ന് മുതൽ അവന് ഒരു പുതിയ ദർശനം ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ നാം ശ്രദ്ധിച്ചു നോക്കണം. നിങ്ങൾ ഏറ്റവും വലിയ ബന്ധം കർത്താവുമായിട്ടായിരിക്കണം. ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് യേശുവുമായിട്ടായിരിക്കണം. വലിയ ഒരു ഉണർവിലേക്ക് ദൈവം നിങ്ങളെ മാറ്റും. നിങ്ങൾ ആഗ്രഹിച്ചതിന് മുകളിലാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിച്ചിരിക്കുന്ന വലിയ പദ്ധതികൾ. ദൈവേഷ്ടത്താൽ അപ്പോസ്തലനായി തീർന്ന പൗലോസ്. വിശ്വസിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിങ്ങളെ ഉയർന്ന തലങ്ങളിലെത്തണം. ദൈവേഷ്ടമായിരുന്നു ജോസഫ് ലോക ചരിത്രത്തിൻ്റെ നെറുകയിൽ കാരണമെന്ന്. ദൈവത്തിൻ്റെ ഇഷ്ടമായിരുന്നു 80 വയസ്സുകാരനായ മോശ ഏറ്റവും ഉന്നതങ്ങളിൽ എത്തി ഒരു രാജ്യത്തിൻ്റെ ഇടയിൽ നിന്ന് മറ്റൊരു രാജ്യത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരണമെന്ന്. വെറും ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ കയ്യിലാണ് ദൈവം ആ വലിയ ജയമേൽപ്പിച്ചത്. വലിയ കാര്യങ്ങൾക്കായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്ത അന്ന് മുതലുള്ള ദിവസം അത്ഭുത ദിവസങ്ങളാണ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ രക്ഷിക്കപ്പെട്ട അന്ന് മുതൽ ഒരത്ഭുതത്തിന് വേണ്ടി ദൈവം നിങ്ങളെ മാറ്റിയിരിക്കുന്നു എന്ന് അറിയുക, വിശ്വസിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ അസാധാരണമായ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാകട്ടെ. അസാധാരണമായ ഒരു അഭിഷേകം ഉണ്ടാകട്ടെ. അസാധാരണമായ ഒരു ദൈവകൃപയുണ്ടാകട്ടെ. എന്തിന് ഇവരെ തിരഞ്ഞെടുത്തോ ആ വിളിയിലേക്ക് ക്രിസ്തുവേശുവിന് വേണ്ടി ഇവർ കയറി വരട്ടെ. കഴുകനെ പോലെ ചിറകടിച്ച് കയറട്ടെ. ഇവരുടെ മുൻപിൽ സാധ്യതകളെല്ലാം തുറന്നു വരട്ടെ. ഇവർക്കെതിരെ നിൽക്കുന്ന മഹാപർവ്വതങ്ങൾ സമഭൂമിയാകട്ടെ. വഴികൾ തുറന്നു വരട്ടെ. ഈ കാലഘട്ടത്തിൻ്റെ അത്ഭുതങ്ങളായി ഇവർ തീരട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ഈ വചനങ്ങൾ നമുക്ക് കടന്നു വിശ്വസിക്കാം. ഒരു സന്തോഷ വാർത്തയുള്ളത്, ജീസസ് ക്യാമ്പ്, അതായത് ഈ സമയങ്ങളിൽ എല്ലായിടത്തും VBS നടക്കുന്നുണ്ടല്ലോ. VBSന് പകരം ഞങ്ങൾ ഇട്ട ഒരു പേരാണ് ജീസസ് ക്യാമ്പ്. ഇതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാനും അവർ കൃപയിൽ വളരാനും ഉള്ള ഒരു പ്രത്യേക അനുഭവം കൂടിയുണ്ട്. അവരുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ക്ലാസ് ആയിരിക്കും. അപ്പോൾ തന്നെ കളികളുണ്ട്, പലതരത്തിലുള്ള ആനന്ദകരമായ കുഞ്ഞുങ്ങൾക്കുള്ള എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഇന്നും നാളെയും
നടക്കുന്ന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ആലപ്പുഴയിൽ വെച്ച് നടക്കുന്ന ഈ ജീസസ് ക്യാമ്പ് എന്ന ഈ കുഞ്ഞുങ്ങളുടെ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ അവരെ പറഞ്ഞു വിടണം. ഉച്ചയ്ക്ക് ഉള്ള ലഞ്ചും അവർക്ക് കൊടുത്തു വിടണം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കൂടാം.